So dear students, ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ്. സോ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ പറയുന്നതിന് മുന്നേ ദാറ്റ് ഈസ് പോയിന്റ് എസ്റ്റിമേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അപ്പോൾ നമ്മൾ പോയിന്റ് എസ്റ്റിമേഷൻ എന്ന് പറയുന്നത് നടത്താൻ വേണ്ടി നമുക്ക് കുറേ മെത്തേഡ്സ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനകത്ത് നമ്മൾ പല മെത്തേഡ്സ് ഉണ്ട്. മെത്തേഡ് ഓഫ് മാക്സിമം ലൈക്ലിഹുഡ്, മെത്തേഡ് ഓഫ് മൊമെന്റ്സ്, മെത്തേഡ് ഓഫ് മിനിമം വേരിയൻസ്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്, മെത്തേഡ് ഓഫ് ഇൻവേഴ്സ് പ്രോബബിലിറ്റി. അപ്പോൾ ഇത്രയും മെത്തേഡ്സ് നമുക്ക് പോയിന്റ് എസ്റ്റിമേഷൻ നമുക്ക് അതിന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മൾ മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയർ ആണ് പറയുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ലീനിയർ റിഗ്രഷൻ മോഡൽ എസ്റ്റിമേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ലീനിയർ റിഗ്രഷൻ മോഡലിൻ്റെ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇത്, മെത്തേഡ് ഓഫ് ലീസ്റ്റ് സ്ക്വയേഴ്സ്. പാരാമീറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതായത് പോപ്പുലേഷൻ മീൻ ആവാം, പോപ്പുലേഷൻ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആവാം, അങ്ങനെ എന്തും ആവാം പാരാമീറ്റർ. സോ ലീനിയർ റിഗ്രഷൻ മോഡലിൽ പാരാമീറ്റർ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലീസ്റ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അപ്പം ലീനിയർ റിഗ്രഷൻ മോഡൽ എന്താണെന്ന് വെച്ചാൽ ഇതാണ് ലീനിയർ റിഗ്രഷൻ മോഡൽ. ലീനിയർ റിഗ്രഷൻ മോഡൽ എന്ന് പറഞ്ഞാൽ ലൈക്ക് ദിസ്: y is equal to ax plus b. ഇവിടെ y എന്ന് പറയുന്നത് ഈക്വൽ ടുന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഉള്ളത്, അത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഇനി x എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലുള്ള വേരിയബിൾ, അതെപ്പോഴും ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആയിരിക്കും. ഇനി ഇപ്പൊ a എന്ന് പറയുന്നത് എക്സിന്റെ കൂട്ടത്തിലുള്ള ഒരു കോഫിഷ്യന്റ് ആണ്, അത് സ്ലോപ്പ് എന്ന് പറയുന്നതായിരിക്കും. b എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് അല്ലെങ്കിൽ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്ന ഒരു ടേം ആണ് b എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മൾ പറഞ്ഞു പാരാമീറ്റർ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ OLS അല്ലെങ്കിൽ ലിസ്റ്റ് സ്ക്വയേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ OLS estimators minimize the sum of squared errors. അതായത് ഇത് നമ്മൾ പറയുന്നതിന് മുന്നേ നമുക്ക് PRF എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ SRF എന്താണെന്ന് നോക്കണം. PRF എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷൻ ആണ്. പോപ്പുലേഷൻ റിഗ്രഷൻ ഫംഗ്ഷനെ നമുക്ക് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം, അതായത് yi ഈക്വൽ ടു ബീറ്റ നോട്ട് പ്ലസ് β1xi പ്ലസ് ui. അവിടെ നമുക്ക് കുറേ ടേംസ് ഉണ്ട്. yi എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു അതൊരു yi എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ്. ഇപ്പൊ നമ്മൾ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് എന്ന് പറയുന്നത് ദാറ്റ് ഡിപ്പെൻഡ് ഓൺ പ്രൈസ്, അല്ലെങ്കിൽ there are many other factors, പ്രൈസ്, ഇൻകം, ടേസ്റ്റേഴ്സ് ആൻഡ് പ്രിഫറൻസ് എന്ന് പറയുന്ന പല ഫാക്ടേഴ്സിനെയും y ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് നമ്മൾ പറയുവാണെങ്കിൽ ദാറ്റ് ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. സോ yi എന്ന് പറഞ്ഞാൽ എന്താണ്? ദാറ്റ് ഈസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ. ഇനി ബീറ്റ നോട്ട് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ പോപ്പുലേഷൻ ഇന്റർസെപ്റ്റ്. ഓക്കെ, ദെൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ β1 എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ സ്ലോപ്പ് കോഫിഷ്യന്റ്. ഇനി ui എന്ന് പറഞ്ഞതാണ് ഇപ്പൊ പറഞ്ഞ എറർ ടേം. ഓക്കെ, എറർ ടേം എന്ന് പറഞ്ഞതാണ് എന്ത്? ui എന്ന് പറഞ്ഞാൽ. ഓക്കെ, ui എന്ന് പറഞ്ഞാൽ എറർ ടേം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ സാധാരണ പറയുവാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പ്രൈസ്, ഇൻകം, ടേസ്റ്റേഴ്സ് ആൻഡ് പ്രിഫറൻസ് അല്ലാതെ മറ്റ് കുഞ്ഞു കുഞ്ഞു ഘടകങ്ങൾ ഉണ്ടാവും. അതായത് അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കാം. അതായത് ചെറിയ ചെറിയ ഫാക്ടേഴ്സ് ഉണ്ടാവാം. ഈ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചെറിയ ഫാക്ടേഴ്സ് ഉണ്ടാവാം. അതിൻ്റെ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 1% ഒക്കെ ആയിരിക്കാം. ഓക്കെ, സോ അങ്ങനെയുള്ള ടേമിനെയാണ് നമ്മൾ ഈ പറയുന്ന എറർ ടേം ആയിട്ട് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം നമ്മൾ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലേക്ക് വരുവാണെങ്കിൽ ഇതേ എന്താണ് ഇക്വേഷൻ തന്നെയാണ്, പക്ഷെ അതിന് നമുക്കൊരു ഹാറ്റ് എന്ന് പറഞ്ഞിട്ട്, ഇതാണ് ഹാറ്റ്. ഓക്കെ, സോ ഹാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കാര്യം, നമുക്ക് ഈ ഒരു സിമ്പിൾ നമ്മൾ ഈ ഇക്വേഷനിൽ മൊത്തം നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ കിട്ടും. സോ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷൻ ഇങ്ങനെയാണ്, അതായത് yi ഹാറ്റ് ഈക്വൽ ടു ബീറ്റ നോട്ട് ഹാറ്റ് പ്ലസ് β1 ഹാറ്റ് xi പ്ലസ് ui ഹാറ്റ്. അപ്പോൾ ഈ പറയുന്ന ഹാറ്റിനെ നമ്മൾ പിന്നെ ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്? എന്തിനാണ് ഡിനോട്ട് ചെയ്യുന്നത്? എസ്റ്റിമേറ്റഡ് വാല്യൂ ആണ് എന്നുള്ളതാണ്. yi എന്ന് പറയുന്നത് yi ഹാറ്റ് എന്ന് പറഞ്ഞാൽ എസ്റ്റിമേറ്റഡ് വാല്യൂ
അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്നുള്ളതാണ് ഈ ഹാറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി hat എന്ന് പറഞ്ഞാൽ നമ്മൾ റാൻഡം എറർ ടേം ആണ്, അല്ലെങ്കിൽ റാൻഡം എറർ അല്ലെങ്കിൽ റെസിജ്വൽ അല്ലെങ്കിൽ റാൻഡം എറർ. അപ്പൊ നമ്മൾ ഇതിനകത്ത് OLS അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നതിൽ നമുക്ക് സ്ക്വയേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടേം ഉണ്ട്. അപ്പൊ എന്താണ് ഈ എറർ ടേമിന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ അത് മിനിമം ആക്കുക അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞതാക്കുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എങ്ങനെയാണ് hat എന്ന് പറഞ്ഞാൽ എന്താണ്? hat എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഒബ്സർവ്ഡ് വാല്യൂ ആൻഡ് എക്സ്പെക്റ്റഡ് വാല്യൂ. ഒബ്സർവ്ഡ് വാല്യൂവും എക്സ്പെക്റ്റഡ് വാല്യൂവും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് എന്ത് പറയുന്നത്? hat എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഇതാണ് എന്ത് ഒബ്സർവ്ഡ് വാല്യൂ, ഇതാണ് എക്സ്പെക്റ്റഡ് അല്ലെങ്കിൽ പ്രഡിക്റ്റഡ് വാല്യൂ ആണ് നമ്മൾ ഈ പറയുന്ന hat അല്ലെങ്കിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യാൻ പോകുന്നതാണ്, അല്ലെങ്കിൽ ഇതാണ് നമ്മൾ hat അല്ലെങ്കിൽ സാമ്പിൾ റിഗ്രഷൻ ഫംഗ്ഷനിലുള്ള ഈ hat എന്ന് പറയുന്നത്. സോ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിന്റെ സ്ക്വയർ എന്ത് ചെയ്യണം? മിനിമം ആക്കണം എന്നുള്ളതാണ്. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ഇത് സ്ക്വയർ ചെയ്യുന്നത്? നമ്മൾ ഈ hat എന്ന് പറയുന്നത് ചിലപ്പം അത് നെഗറ്റീവ് ഒരു സംഖ്യ വരാം. അപ്പൊ നെഗറ്റീവ് സംഖ്യ വന്നാൽ അത് സ്ക്വയർ ചെയ്യുവാണെങ്കിൽ നമുക്കത് എല്ലാം എന്താണ്? പോസിറ്റീവ് കിട്ടും. സോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളിത് സ്ക്വയർ ചെയ്യുന്നത്. സോ hat എന്ന് പറഞ്ഞാൽ ഒബ്സർവ്ഡ് വാല്യൂ മൈനസ് എക്സ്പെക്റ്റഡ് വാല്യൂ ആണ്. ഇനി hat സ്ക്വയർ hat സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഈ ടേമിന്റെ സ്ക്വയർ ചെയ്യുക. ഓക്കെ, ഈ ഓരോ ടേമും എന്ത് ചെയ്യുക? അതിൽ നിന്ന് പിന്നെ മൈനസ് ചെയ്തിട്ട് അതിന്റെ സ്ക്വയർ കാണുക, എന്നിട്ട് അതിന്റെ ടോട്ടൽ കാണുക. ഓക്കെ, സോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് OLSന്റെ ഒരു മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു വാല്യൂ ഏറ്റവും കുറഞ്ഞ് നമുക്ക് കിട്ടണം. സോ എന്താണ് ഇതാണ് നമ്മൾ പറഞ്ഞത്, ദാറ്റ് ഈസ് OLS estimators minimize the sum of squared errors. അതായത് ഈ പറയുന്ന hatന്റെ വാല്യൂ എന്ത് ചെയ്യണം? മിനിമൈസ് ചെയ്ത് നമുക്ക് കിട്ടണം. ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ OLS estimators-ന് ചില സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസും ഉണ്ട്. ന്യൂമറിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ observable quantities of x and y. അതുപോലെ തന്നെ we can arrive a regression line which passes through the averages of x and y and the mean value of error term is 0. അതായത് എക്സ്പെക്ടേഷൻ ഓഫ് ui എന്ന് പറയുന്നത് 0 ആണ്. അതേപോലെ തന്നെ യുഐയും പ്രഡിക്റ്റഡ് വൈയും തമ്മിൽ അൺകോറിലേറ്റഡ് ആണ്. യുഐയും അതുപോലെ തന്നെ hatഉം തമ്മിൽ എന്തില്ല? കോറിലേഷൻ ഉണ്ടാവരുത്. അതുപോലെ തന്നെ യുഐയും അതുപോലെ തന്നെ xiയും തമ്മിൽ എന്തുണ്ടാവരുത്? പിന്നെ കോറിലേഷൻ ഉണ്ടാവരുത്. സോ ഇതൊക്കെയാണ് നമ്മുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഓക്കെ.